ഇതിനെല്ലാം ഒരു ബ്ലോഗറുടെ തലയടിച്ച് പൊട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 9 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ഈ വാർത്ത കാണുന്നവർ ആദ്യം മനസ്സിലാകും നമ്മൾ ഈ ബ്ലോഗർമാർക്ക് മാത്രം ജീവിച്ചാൽ മതി. എല്ലാ ബ്ലോഗറല്ല അവരിവിടെ ഉള്ളവരെയൊക്കെ വെറും മറ്റവരാക്കിക്കൊണ്ടുള്ളവരായിരുന്നു. ഉണ്ടായിരുന്നു ഇവർക്ക് മറ്റേ MDMൻ്റെയും നൈട്രോസണിൻ്റെ ഒക്കെ കച്ചവടം ഉണ്ടായിരുന്നു. ഇവർ ചെയ്യുന്ന പ്രവൃത്തി വെളി അറിയാൻ പാടില്ല. അതിന് മറവായിട്ടാണ് ബ്ലോഗേഴ്സ് കൊണ്ട് നടക്കുന്നത്. ഭ്രാന്താശിലെ ചികിത്സയിലാണ് ഇവ ഗുളിക കൊടുത്ത് നൈട്രോസൺ ഓട്ടോക്കാരൻ RS ബാബുവിനെ വെട്ടിയ കേസിലെ 3ാം പ്രതി 4ാം പ്രതിയാണ് അവൻ. ഈ പ്രജിൻ ഈ തലമുണ്ടൽ അടി കൊണ്ട് നടക്കുന്നത്. അവള് പറയുന്ന അവൾ 8 മാസം പ്രഗ്നന്റ് ആണെന്ന്. അവളെ ഈ ചവിട്ടിയെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ചേരും. ഞങ്ങളും പെണ്ണുങ്ങളാണ്. പ്രണവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാടക ഇവിടെ എടുത്തിരിക്കുന്ന നമ്മളെ പാലൊന്ന് സൈഡിലാണ്. ഇവരുടെ അനിയെടുത്തിരിക്കുന്നത് ഇപ്പോൾ കോരനെടുത്താണ്. എനിക്ക് ഏറ്റവും പറയാനുള്ള കാര്യം വെച്ചാൽ ആ പരിസരവാസികൾ ഇവരെ വളരെ സൂക്ഷിക്കുക. എന്റെ മോനെ കൂടെ ആയിരുന്നു ഇത് അറിയായിരുന്നൊക്കെ അറിയാതെ വിലക്കാത്തത് വിലക്കിയതാണല്ലോ ഇത്.